الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والذي له ملك السماوات والأرض وهو على كل شيء قدير نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسلكم بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ നമ്മുടെ ജീവിതത്തിലെ ചെറിയതും വലിയതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായിട്ടുള്ളതുമായ ഏതൊരു കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിന് വേണ്ടി എടുത്ത് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് ജിൻ, പിശാജ്, ഷെയ്ത്താൻ.
പറയുന്ന സംഗതി. വളരെ സജീവമായി എല്ലാ രംഗത്തും മനുഷ്യൻ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു മേഖലയിലും പിശാച് സജീവമാണ്. ശൈത്താൻ സജീവമാണ്. എന്താണ് അവൻ്റെ പ്രവർത്തന രീതിശാസ്ത്രം? എങ്ങനെയാണ് മനുഷ്യനെ അവൻ സ്വാധീനിക്കുന്നത്? എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എങ്ങനെയാണത് നമ്മളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ശൈത്താൻ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് അവൻ കയറി വരുന്നത്? ഒരു ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത് പറയാൻ സാധ്യമല്ല. ശരിക്കും ഇന്ന അളവിൽ, ഇന്ന ക്രമത്തിൽ, ഇന്ന സ്വഭാവത്തിൽ, ഇന്ന ഘടനയിൽ അത് നമ്മിലേക്ക് വരുന്നു. പിശാച് നമ്മളിൽ ഇടപെടുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്വഭാവം വെച്ചുകൊണ്ട് തികച്ചും മാനസികമാണ് പിശാചിൻ്റെ ഇടപെടൽ. നമ്മുടെ ഹൃദയ വികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശൈത്താന്, പിശാചിന് ഇടപെടാനും കടന്നു വരാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം അള്ളാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. മാനസികം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കുറേ മാനസിക പ്രശ്നങ്ങളുണ്ടല്ലോ, രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഭ്രാന്ത്, മാനസികമായ അസ്വസ്ഥതകൾ, ഒരുതരം ബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊന്നുമല്ല. അത് രോഗം തന്നെയാണ്, അത് രോഗമാണ്. രോഗത്തിന് രോഗത്തിൻ്റെ ചികിത്സ കൊടുക്കലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട നമ്മുടെ പണി. ആളുകൾക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. പിശാച് കൂടുക എന്ന് പറയുന്നത്, പിശാച് ബാധ ഏൽക്കുക എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ബോധത്തെ തെറ്റിച്ചുകൊണ്ട് ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക്, മാനസികമായ താളക്രമം ഇല്ലാതാക്കുക, എന്നിട്ടൊരു പ്രത്യേകമായ സ്വഭാവത്തിലേക്ക് നമ്മൾ പോവുക. അത് അന്ധവിശ്വാസമാണ്. ആ പണി ഏതായാലും പിശാചെടുക്കാൻ പോലില്ല. അത് ശൈത്താൻ്റെ പണിയിൽ പെട്ടതുമല്ല. പിശാചിന് ആ പണിയോട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഭ്രാന്തനൊന്നും ഇസ്ലാമിൽ ശിക്ഷല്ലല്ലോ. ബോധം മറഞ്ഞവന്, ഭ്രാന്തന്, കുട്ടി, ഇവർക്കൊന്നും ഇസ്ലാമിൽ ശിക്ഷയില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നന്മതിന്മകളെ സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് അത് പ്രയോഗിക്കാനുള്ള ഒരു ബുദ്ധി. അതുകൊണ്ട് നമ്മുടെ ഫിഖ്ഹിലൊക്കെ ബുലൂഗത്ത് എന്ന് പറയും, പ്രായപൂർത്തി എത്തുക. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ്, ആ എത്തുക എന്നാണ് ബുലൂഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവരുദ്ദേശിക്കുക, അതുകൊണ്ട് അതിന് ശാരീരികമായ അടയാളങ്ങൾ പറയലുണ്ട്. പക്ഷെ അതല്ല അതിൻ്റെ മർമ്മം. ശാരീരികമായ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ബുലൂഗ്, മറിച്ച് അതതിൻ്റെ ഒരു നിയമമാണ്, നമ്മൾ പാലിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു മുറയാണത്. പക്ഷേ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഒരാൾക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് തന്നെ അത്യാവശ്യം അതൊന്ന് പരിശോധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കാനും തിരസ്കരിക്കാനും
കൊള്ളാനും തള്ളാനും ഒക്കെയുള്ള ഒരു അറിവും കഴിവും ഉണ്ടാവുക എന്നുള്ളതാണ് ബുലൂഗത്ത് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. ഇനിയിപ്പോൾ ശാരീരിക വളർച്ച എത്തിയാലും മന്ദബുദ്ധിയാണെങ്കിൽ ഓന് ശിക്ഷയൊന്നുമില്ല. കാരണം ഓന് ബുദ്ധിയില്ല, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള വകതിരിച്ചറിയാനുള്ള കഴിവില്ല. അപ്പം ശാരീരികമല്ല ബുലൂഗത്ത് എന്ന് പറയുന്നത്, മറിച്ച് മാനസികമായ വൈജ്ഞാനികമായ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുട്ടി അവസ്ഥയിലായതുകൊണ്ട് കുട്ടിക്ക് ശിക്ഷല്ല എന്നതുപോലെ ഭ്രാന്തനും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അവനില്ലാത്തത് കൊണ്ട് ഭ്രാന്തന് ശിക്ഷല്ല, നിസ്കാരം ഒഴിവാക്കാം. ഭ്രാന്തന് എന്താടാ നിസ്കരിക്കാത്തതെന്നൊന്നും ചോദിക്കൂല, ബോധം കെട്ടവനോടും ഇല്ല. കാരണം ബോധം കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? സുബോധമില്ല, പ്രവർത്തിക്കാനോ പ്രയോഗിക്കാനോ ഉള്ള സൗകര്യങ്ങളും സംവിധാനമൊന്നും അവൻ്റെ അടുത്ത് ഇല്ല എന്നാണ്. അപ്പൊ ആ ഗണത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പിശാച് കൂടിയതാണെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹ് ശിക്ഷിക്കും, ശൈത്താൻ കൂടിയതാണെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കും. യാ ബനി ആദമല്ല തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. ആദമിന്റെ മക്കളെ, നിങ്ങളോട് ഞാൻ നന്നായിട്ട് മുന്നറിയിപ്പ് നൽകിയതാണ്, പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സൂറത്ത് യാസീനിലാണ് ആ പ്രയോഗമുള്ളത്. ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കാനും ശിർക്കോ ഇബാദത്തോ ഒക്കെ പഠിക്കാനും പിശാച് നല്ല ഒരു അടയാളമാണ് ഖുർആനിൽ. എന്താണ് ശിർക്ക്, എന്താണ് ഇബാദത്ത്? കാരണം ശിർക്കിനാണ് ഏറ്റവും വലിയ കുറ്റം, അതല്ല പൊറുക്കൂല നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിന്നുകളെയും മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അള്ളാഹ് നമ്മളോട് പറയാണ്, അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിശാചിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല അതിന്. കാരണം പിശാചിനെ ആരും ആരാധിക്കാറില്ല. ലോകത്ത് പിശാചിനെ ആരാധിച്ചുകൊണ്ടിരിക്കും ചില ഈ കൾട്ടുകളിൽ, അല്ലെങ്കിൽ വമ്പിച്ച അന്ധവിശ്വാസം നിലനിൽക്കുന്ന ചില സമൂഹങ്ങളിലൊക്കെ പിശാച് മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താന്റെ ചില രൂപഭാവങ്ങൾ. പക്ഷെ അതുപോലും കാപട്യാണ്. കാരണം ഇതാണ് ശൈത്താനെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ കുറെ തലയോട്ടിയൊക്കെ തൂക്കി, നാക്കൊക്കെ നീട്ടി, പല്ലൊക്കെ കൂർപ്പിച്ച്, മുടിയൊക്കെ വെച്ച്, വലിയ പള്ളയും അല്ലെങ്കിൽ കൂർത്ത ആയുധങ്ങളൊക്കെ ധരിച്ചൊരു സാധനത്തിന് ഉണ്ടാക്കിയിട്ട് ഇതാണ് പിശാച്, ആ പിശാചിനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അതാരാ പറഞ്ഞ നമ്മളോട് അത് പിശാചാണെന്ന്? നമ്മുടെ ഭാവനയിൽ നിന്ന് വിരിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനമാണത്. മനുഷ്യനെ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പിശാച് പോലും അങ്ങനെ ഒരു രൂപഭാവത്തിൽ ഇന്ത്യങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഭാവം, ഇതാണ് എൻ്റെ രൂപം, ഇങ്ങനെയാണ് എൻ്റെ കോലം എന്ന് പറഞ്ഞിട്ട് പിശാച്. അപ്പൊ പിശാച് മൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെങ്കിലും ആരാധനകൾ ചെയ്യുന്നുവെങ്കിൽ പോലും അതുപോലും പിശാചല്ല. അപ്പൊ പിശാചിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടത് കൊണ്ടല്ല ഈ ആയത്ത്. പിശാചിനെ ആരും ആരാധിക്കണില്ല, ലോകത്താരും ആരാധിക്കണില്ല. പക്ഷെ ആ ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്താ? ശൈത്താനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ ക്രമങ്ങൾ, എന്തൊക്കെ സ്വഭാവങ്ങൾ, ഏതൊക്കെ രീതിശാസ്ത്രങ്ങൾ ഉണ്ടോ അതൊന്നും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. വലിയ വമ്പൻ സമൂഹങ്ങളെ പിശാച് വഴിവഴപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അത്ര ലളിതമോ അത്ര നിസ്സാരമോ ആയ സ്വഭാവത്തിലുള്ളതല്ല. വലിയ വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. ജിബില്ലൻ എന്ന് പറഞ്ഞ വമ്പൻ സംഘങ്ങൾ. കുറച്ചും കൂടി അതിനെ വിശദീകരിച്ചാൽ വലിയ നാഗരികതകൾ, വലിയ രാഷ്ട്രീയ സമൂഹങ്ങൾ, വലിയ മതസമൂഹങ്ങൾ, വലിയ അധികാരവും പദവിയും സ്വാധീനങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ, രാഷ്ട്രങ്ങൾ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ. വമ്പിച്ച ധാരാളം വലിയ സംവിധാനങ്ങളെയാണ് പിശാച് വഴി പിഴപ്പിച്ചിട്ടുള്ളത്. അഫലം തകൂനു തഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ഇപ്പൊ പിശാചായിട്ട് എന്താണ് പിശാചിന്റെ ഇടപെടൽ, എങ്ങനെയാണ് ശൈത്താൻ പ്രവർത്തിക്കുക? പിശാചിനെ അംഗീകരിക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. ആരാധന ഏതായാലും പിശാചിനെ നടക്കണില്ല. ആരാധനയുടെ വഴികെട്ട രീതിയിൽ നടക്കുന്ന പ്രവർത്തനമൊക്കെ പൈശാചിക പ്രവർത്തന, അത് വേറെ സംവാദാത്മകമായ ഒരു ചർച്ചയാണ്.
ആരാധിക്കുന്നത് പിശാചിനെയല്ല, ആരാധനാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വൈകൃതങ്ങളുണ്ടോ, കൊള്ളരുതാത്ത രീതിശാസ്ത്രങ്ങളുണ്ടോ, കപട ഇലാഹുകള്, കള്ള ഇലാഹുകള്, ആൾദൈവങ്ങള്, അതുപോലെ തന്നെ അമാനുഷികത്വം ഭാവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികള്, ഗ്രൂപ്പുകൾ, ഇതൊക്കെ ഉണ്ടോ, അതൊക്കെ പൈശാചികമായ പ്രവർത്തനം. പക്ഷെ അത് പിശാചല്ല. പിശാചിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ലോകത്തില്ലേ? ഇപ്പൊ പിശാച് ഇബാദത്ത് പോലും നിങ്ങളോട്, ഇബാദത്തിനെയാണ് അള്ളാഹു ഉദാഹരിച്ച അവിടെ. പിശാച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ പിശാച് അവന്റെ ഇബാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അള്ളാഹ്ക്ക് പകരം പിശാചിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് മാറും. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞ് വലിയ വലിയ സംഘങ്ങളെയൊക്കെ അവൻ വഴി പിഴപ്പിച്ചിട്ടുണ്ട്. യാ ബനി ആദം, സൂറത്തുൽ അഅറാഫിലുണ്ട് ആ ഭാഗങ്ങൾ. സൂറത്തുൽ അഅറാഫിന്റെ 9 മുതൽ 11 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ, 28 വരെയുള്ള ഭാഗങ്ങൾ ആദമ്, മലക്കുകള്, പിശാച്, അതുമായി ബന്ധപ്പെട്ട രംഗങ്ങളുടെ ഒരു അവതരണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് പിശാച് രംഗത്ത് വരിക, എന്താണ് അവന്റെ രീതിശാസ്ത്രം. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഇവിടെയൊക്കെ മനുഷ്യന്മാരെയാട്ടോ വിളിച്ച്, വളരെ പൊതു സമൂഹത്തെയാണ് പരിശുദ്ധ ഖുർആൻ അതിലൊക്കെ അഡ്രസ് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളിൽ ഫിത്ന ചെയ്യാതിരിക്കട്ടെ, നാശം വിതക്കാതിരിക്കട്ടെ, പിശാച് വന്നിട്ട് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് ചാടിച്ചതുപോലെ, പുറത്താക്കിയതുപോലെ സുരക്ഷിതവും സമാധാനപൂർണവും സൗകര്യാധിഷ്ഠിതവുമായ ഒരു ലോകമായിരുന്നു സ്വർഗം. ആദമു ഹവ്വയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന രംഗം അള്ളാന്റെ തീരുമാനമാണ്. എന്തിനാണ് അപ്പൊ അള്ളാഹ് അങ്ങനെ ചെയ്തത് നമുക്ക് ചോദിക്കാൻ പറ്റൂല. ഏറ്റവും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ലോകത്ത് അള്ളാഹു ആദമിനെയും ഹവ്വയെയും ഒക്കെ വെച്ചിരുന്നു. പക്ഷെ പിശാച് അവിടെ നിന്ന് അവരെ ചാടിച്ചു. ഇതിനെ നമ്മൾ ആശയതലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാനസികവും ശാരീരികവുമായി സുഗമമായ സംതൃപ്തകരമായ ഒരവസ്ഥയിൽ ജീവിക്കാൻ നമ്മുടെ മുമ്പിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ സംതൃപ്തി എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അസ്വസ്ഥതകളേശാത്ത, അല്ലലുകളില്ലാത്ത, അക്രമവാസനകളില്ലാത്ത, കൊള്ളരുതാത്ത നിലപാടുകളിലേക്ക് പോകാൻ കഴിയാത്ത സുന്ദരമായൊരു സാഹചര്യം അള്ളാഹു മനുഷ്യനും അവന്റെ മനസ്സിനും അവന്റെ ജീവിത സൗകര്യങ്ങൾക്കും അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? പിശാച് എന്ത് ചെയ്തു? അവനെ യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, പിശാച് വന്നിട്ട് അവരുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവരുടെ മ്ലേച്ഛതകൾ, മാലിന്യങ്ങൾ, മറച്ചുവെക്കേണ്ട ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പിശാച് അവരുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. വസ്ത്രം വലിയൊരു പ്രതീകമാണ്. വസ്ത്രത്തിന് കുറെ അടയാളങ്ങളുണ്ട്. ഒരു വസ്ത്രം വ്യക്തിയെ, സമൂഹത്തെ, അവന്റെ പദവിയെ, അവന്റെ അധികാരത്തെ, അവന്റെ സംസ്കാരത്തെ, അവനുമായി ബന്ധപ്പെട്ട മറ്റു പലതിനെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? വസ്ത്രം എന്ന് പറയുന്നത്. വേഷവിധാനത്തിന് വമ്പിച്ച സ്ഥാനമുണ്ടല്ലോ. അതൊക്കെ ഉള്ളതിന്റെ കൂടെ വസ്ത്രധാരണത്തിന്റെ മർമ്മന്താ? ശരീരത്തിലെ മ്ലേച്ഛഭാഗങ്ങളെ, അശ്ലീലമായ ഭാഗങ്ങളെ മറച്ചു വെക്കണം. പക്ഷെ പിശാച് വന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ രംഗമായിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് ആ ലജ്ജാബോധവും കാണരുതാത്തത് കാണാനും ചെയ്യരുതാത്തത് ചെയ്യാനുമുള്ള ഇതിന്റെ ആശയ വിശദീകരണം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവല അശ്ലീലത എന്നുള്ളതിന്റെ അപ്പുറം ചിലത് ചെയ്യാൻ പാടില്ല, ചിലത് കാണാൻ പാടില്ല, ചിലതിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പാടില്ല, ചിലത് നമുക്ക് വേണ്ടതില്ല. പക്ഷെ പിശാച് എന്ത് ചെയ്യുന്നു? ആ അതിർവരമ്പുകളെ, ചെയ്യാനും കാണാനും ലംഘിക്കാനും പാടില്ലാത്ത അതിർവരമ്പുകളെ പിശാച് വന്ന് ഇടപെട്ട് നീക്കം ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല.
എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഈ അതിർവരമ്പുകളെ നീക്കം ചെയ്യുന്നു. ഇതിൽ ഖുർആൻ ഈ ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയം വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മനുഷ്യന്റെ ലൈംഗികാവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ മറച്ചു വെക്കേണ്ട ശരീരഭാഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു പിശാച് എന്നുള്ളതാണ്. അങ്ങനെ പിശാച് ഇത് ചെയ്തു. ഇതിന് ആധുനിക ലോകത്ത് വേറെ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യണം. പുതിയ കാലത്ത് ചിലപ്പോ ദുനിയാവ് ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഇല്ലാത്തതുപോലെ ഓരോ കാലഘട്ടത്തിലും ഇത് ഉണ്ടായിട്ടുണ്ട്. വ്യക്തികളിലും ഗ്രൂപ്പുകളിലുമൊക്കെ ലൈംഗികമായ അശ്ലീലമായ അതിരുവിട്ട പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട രീതിശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചക്ക് പച്ചയും വളരെ മലീമസവുമായ രീതിയിലുള്ള ആവിഷ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തികളിലും ഗ്രൂപ്പുകളിലുമൊക്കെ മാത്രം നിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു. പുതിയ കാലം അതല്ല. അശ്ലീല അനാശ്വാസ പ്രവർത്തനങ്ങളുടെ എല്ലാ അതിർവരമ്പുകളും ഒന്നുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. കാണുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത്, പറയുന്നത്, അനുമതി കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഭീകരമായ ഒരു വാതിലാണ് ആ രംഗത്ത് തുറന്നിട്ടുള്ളത്. വ്യഭിചാരത്തിന് ലൈസൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ തൊഴിൽ എന്നാണ് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുത്തി തൊഴിൽ അവകാശ സംരക്ഷണങ്ങളുമായി ബന്ധപ്പെടുത്തി അത്തരം ഒരു സംവിധാനത്തെ സാമ്പത്തിക മേഖലയുമായി കൊളത്തിയിട്ട് അത് നിലനിർത്താനും അത് സംരക്ഷിക്കാനും ഇന്ന് ആധുനിക ലോകത്തെ ഭരണകൂടങ്ങൾ പച്ചയായി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നത് ഇസ്ലാമിന്റെ പവിത്രത കൊണ്ടാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം എല്ലാ രംഗത്തും അങ്ങനെ ഇസ്ലാമിന്റെ പവിത്രത അവർ സൂക്ഷിക്കുന്ന പോലൊന്നുമല്ല. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരം നിയമങ്ങളെ പ്രയോഗിക്കാതെ, കാരണം അതല്ലാത്ത പണി പോലെ വേറെ ചെയ്യലുണ്ട്. സാധാരണ അടികൾക്കിടയിൽ മാത്രമാണ് ഇത്തരം സംഗതികളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭരണകൂടങ്ങൾ വിലക്കുകയും തടയിടുകയും ഒക്കെ ചെയ്യണത്. ഇതേ പണി ഓല് പോയിട്ട് യൂറോപ്പിലും ലണ്ടനിലും ഒക്കെ പോയിട്ട് യാതൊരു മടിയില്ലാതെ വളരെ വൃത്തിയിലും വെടിപ്പിലും. അതാണ് TJ ജോർജിന്റെ ഒരു പുസ്തകം ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒക്കെ മൂപ്പര് ഒരിടത്ത് എഴുതുന്നുണ്ട്, ഈ അറബ് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞു കണ്ട്. കാരണം അവര് ജനങ്ങൾക്കൊക്കെ വിലക്കും, അത് പാടില്ല, ഇത് പാടില്ല, അതിന് ഭയങ്കര നിയമം, മതത്തിന്റെ കാർക്കശൊക്കെ വെച്ചിട്ട് എല്ലാ സംഗതി പോലും ചെയ്യും. പക്ഷേ അവരെന്ത് ചെയ്യും? അത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയിട്ട് അവര് വിലക്കണ സംഗതികളൊക്കെ യാതൊരു നാണമില്ലാതെ, എന്നാൽ വളരെ ഒളിഞ്ഞിട്ട് വളരെ കൃത്യമായി സംഗതികളൊക്കെ ചെയ്തിട്ട് അവർ, എല്ലാരെ കുറിച്ചുമല്ല, പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും അതിനൊക്കെ വഴങ്ങി കൊടുക്കണവരാണ്. അപ്പൊ അത് ഇസ്ലാമിന്റെ പവിത്രതയായിട്ട് ബന്ധപ്പെട്ടതല്ല, മറിച്ച് വേറെ ചില സംഗതികളായിട്ട് കൂട്ടിക്കൊഴിച്ചുകൊണ്ട് അവിടെ നടക്കുന്നു. അതല്ലാത്ത ലോകത്ത് മുഴുവൻ അശ്ലീല അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് നല്ല ലൈസൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ മൊബൈൽ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടല്ലോ, പോണോഗ്രാഫി എന്ന് പറയുന്നത് കോടികൾ ഇറങ്ങുന്ന ഒരു ബിസിനസ് മേഖലയാണ്. ലോകത്തെ പിശാച് നിയന്ത്രിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല അടയാളാണത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ് എന്ന് അംഗീകരിക്കാൻ പറ്റുന്ന മികച്ച അടയാളങ്ങളിലൊന്നാണെന്ത്? ലോകത്തെ നെറ്റ്വർക്ക് ശൃംഖലകളിലൂടെ അതിരുകളില്ലാത്ത അശ്ലീലതകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതിരുകൾ ഭരണകൂടങ്ങൾക്ക് വിലക്കിക്കൂടെ? രാഷ്ട്രീയ ക്രമങ്ങൾക്ക് വിലക്കിക്കൂടെ? ഇത് പറ്റൂല. കാരണം ഇതിന്റെ അവസാനത്തെ കടിഞ്ഞാണുള്ളത് ഇവരുടെ കയ്യിലാണ്. ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. പക്ഷേ ശുദ്ധ അശ്ലീലതകൾ, നിറഞ്ഞു നിൽക്കുന്ന അശ്ലീലതകൾ ആർക്കും ഒരു തടസ്സവുമില്ലാതെ ലോകത്താർക്കും ആരുടെ മുമ്പിലേക്കും ഓപ്പൺ ചെയ്തു കൊടുക്കുക. എന്തായാലും വരുന്നത് എന്റെയും നിങ്ങളുടെയും മാനസികവും സാംസ്കാരികവും സാൻമാർഗികവുമായ എല്ലാ മൂല്യങ്ങളെയും അട്ടിമറിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് പിശാച് ആദമിന്റെയും ഹവ്വന്റെയും മുമ്പിൽ വന്നിട്ട് അവരുടെ അശ്ലീലത വെളിപ്പെടുത്തി എന്നിട്ട് അവരെ നാണം കെടുത്തി എന്ന് പറയുന്ന പ്രവർത്തനം മനുഷ്യനെ അവന്റെ മൂല്യബോധത്തിൽ നിന്നും അവന്റെ സാംസ്കാരിക വിശുദ്ധിയിൽ നിന്നും മനുഷ്യത്വത്തിന്റെ പദവിയിൽ നിന്നും കൊണ്ടുപോയിട്ട് താഴ്ത്താൻ അന്ന് മുതൽ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രമാണിത്. ഇനിയിപ്പോ ഇതിനേക്കാൾ വികസിക്കും. ഖിയാമത്തിന്റെ അലാമത്ത് അതുകൊണ്ട് ഇതൊക്കെ കുറെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റസൂല് പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളെ വരുമ്പോ എന്താ സംഭവിക്കുക? നിങ്ങളെ മുന്നിൽ കടന്നിട്ട് ഒരാണും ഒരു പെണ്ണും ചെയ്യും. നിങ്ങൾക്കൊന്നും പറയാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിനിമാ പോസ്റ്റർ, അശ്ലീലത, അനാശാസ്യത, പോർണോഗ്രാഫി, സെക്സ്, അതുപോലെ തന്നെ ചാനലിലും ഇതിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇവങ്ങള്, സ്വവർഗരതിക്കുള്ള ലൈസൻസ്, ജെൻഡർ
ഈ ലിംഗ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആണും പെണ്ണും അല്ലാത്ത വിഭാഗമുണ്ട്. അവർക്ക് എന്തു കൊടുക്കണം, അവരുടെ ലൈംഗിക ഇച്ഛകൾ അവരെങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, ഇതൊക്കെ ഒരു ഗുണപരമായ വശത്തിലുള്ള ചർച്ചയൊന്നുമല്ല. മറിച്ച് സമൂഹത്തെ വീണ്ടും വീണ്ടും നശിപ്പിക്കുന്നതിന് വേണ്ടി, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. നമ്മുടെ ബോംബെയിലൊക്കെ ഉണ്ട്, ബാംഗ്ലൂരിലൊക്കെ ഉണ്ട് അത്തരം കേന്ദ്രങ്ങൾ. ഞാൻ പറയുന്നത് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുക. ഇനി പ്രവാചകൻ പറഞ്ഞ ആ ഘട്ടത്തിലേക്ക് എത്തും. എന്ത്, ഒരു മറയില്ലാതെ. കാരണം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അത്രയും താഴ്ന്ന ഒരു സാംസ്കാരിക ധാർമ്മിക നിലവാരത്തിലേക്ക് സമൂഹം എത്തും. അള്ളാഹു എന്ന് മനസ്സറിഞ്ഞ് പറയണ ഒരാളും ഇല്ലാത്ത സമയത്താണ് ഖിയാമത്ത് വരികയെന്ന്. അപ്പൊ ദൈവവിശ്വാസം ഒട്ടും ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയെയും സമൂഹത്തെയും നാഗരികതയും ഒക്കെ തകർക്കാൻ പിശാചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗങ്ങളിലൊന്നായി ഒന്നാമത്തെ അവന്റെ പ്രയോഗമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചത് പോലും ഈ അശ്ലീല ലൈംഗിക രംഗത്തുണ്ടാകുന്ന വളരെ കുത്തഴിഞ്ഞ ഒരു സ്വഭാവത്തിലേക്കും നിലവാരത്തിലേക്കും ആളുകളെ അവൻ നയിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ്. എന്നിട്ട് നമ്മള് രണ്ടാമത്തെ ഭാഗം ഇതില് ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു, ഓനും ഓന്റെ സംവിധാനങ്ങളും പിശാചും അവന്റെ ഖബീലയും അവന്റെ കുടുംബങ്ങളും നിങ്ങളെ കാണുന്നു. നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ കാണാനുള്ള ശേഷി പിശാചിനുണ്ട്, ജിന്നിനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. നമുക്ക് ശൈത്താനെ കാണാൻ കഴിയൂല, ജിന്നിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ആര് കണ്ട് എന്ന് പറഞ്ഞാലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അമ്മാതിരി ചർച്ചയൊക്കെ ധാരാളം മുസ്ലിം സമുദായത്തിൽ വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജിന്ന്, സിഹർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വലിയ അപകടകരമായ ചർച്ചകൾ മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ റോട്ടിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന കാലാത്. തെരുവുകളിലൊക്കെ ജിന്നും സിഹറും മാരണമൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ ജിന്ന് വരികയെന്ന് ഖുർആൻ. അത് ആ വിഷയം നമുക്ക് വേറൊരിക്കൽ പറ്റുമെങ്കിൽ പിന്നീട് കൈകാര്യം ചെയ്യാം. ഞാനിപ്പോ അതല്ല ഇപ്പൊ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ജിന്നിനെ, ശൈത്താനെ നമുക്ക് കാണാൻ കഴിയില്ല. അവൻ നിങ്ങളെ കാണും. മിൻ ഹൈസു ലാ തറൗനഹും, പക്ഷെ നിങ്ങൾക്ക് അവനെ കാണാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അവനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എങ്ങനെയെന്ന് ആലോചിച്ചടങ്ങാറാണ്ട് അവനാന്റെ ജീവനെ തന്നെ നമുക്ക് കാണാൻ കഴിയണില്ല. പിന്നെ ഇപ്പൊ ജിന്നിനെ കാണാൻ എന്താ നിർബന്ധം? നിങ്ങൾക്ക് നിങ്ങളെ ജീവനെ തന്നെ കാണാൻ കഴിയണില്ലല്ലോ. അള്ളാഹു അതിനുള്ള ശേഷി നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ ജീവൻ, എന്നാൽ അത്, ആ ജീവൻ, ആ റൂഹ്, ആ ഹൃദയം, ആ കൽബ് വളരെ മാരകമായ രീതിയിൽ നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാണല്ലോ പ്രചോദനങ്ങളും ആശയങ്ങളും നിലപാടുകളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഭാവനകളും ഒക്കെ എവിടെ രൂപപ്പെടുന്ന? കയ്യുമെന്ന, കാലുമെന്ന, കണ്ണുമെന്ന, തലമെന്ന, നെഞ്ച്, അല്ലെങ്കിൽ ശരീരത്തിന്റെ അസ്ഥി, മാംസം, ഇങ്ങനെ തുടങ്ങുന്ന ഏതെങ്കിലും നമുക്ക് ഒരു ലബോറട്ടറിയിൽ വെച്ച് പരിശോധിക്കാൻ പറ്റുന്ന ഒരു സാധനം നിന്നല്ലോ, ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ ജീവൻ, ആത്മാവ്. ഇതിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാണാത്തോണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ടത്. അപ്പൊ ആ കാണാത്തൊരാത്മാവാണ് നമ്മുടേത് തന്നെ. അവനവൻ്റെത് പോലും അങ്ങനെയുള്ളത്. അപ്പൊ ഇനിയിപ്പോ ജിന്നിനെ കാണാൻ നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജിന്നിനെയും മലക്കിനെയൊക്കെ എങ്ങനെ കാണുന്നുള്ളത്? അപ്പൊ ജിന്നിനെ ശൈത്താൻ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ശൈത്താനെ കണ്ടു, ജിന്നിനെ കണ്ടു. അവരിന്നലെ ഇവിടെ ഇറങ്ങി വന്നിരുന്നു, ഇങ്ങോട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാൾ വന്നാൽ പോലും, ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വരികയാണ്, ഇങ്ങോട്ട് പറയാണ് ഞാൻ ജിന്നാണ്. ഓക്കെ, അയാളെ പറഞ്ഞാലും ഞാനിത് എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? അത് ജിന്നാണ് എന്ന്. കാരണം ചരിത്രത്തിലെ പലരും അങ്ങനെയൊക്കെ ചെറുത് പറയുന്നുണ്ട്. ജിന്ന് വന്നിരുന്നു, എന്നിട്ട് കണ്ടിരുന്നു, കേട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഉണ്ട് പുതിയ ഔലിയാക്കന്മാരും ഈ മന്ത്രമാരുടെ ചികിത്സയൊക്കെ നടത്തുന്ന ആളുകൾ ജിന്നിനെ കെട്ടിത്തരും, അതിനെ ബന്ദിയാക്കി വെക്കും. നല്ല ജിന്നുണ്ട്, കെട്ട ജിന്നുണ്ട്, അതൊക്കെ ശരിയാ. നല്ല ജിന്നുണ്ട്, കെട്ട ജിന്നുണ്ട്. പക്ഷെ ഈ ജിന്ന് വന്നിട്ട് ആകെ കൂടി ചെയ്യണ പണി എന്താ? പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ പറയും, നമ്മൾ ഉറങ്ങണോടത്തുനിന്ന് എടുത്തിട്ടാണ് കൊണ്ടുപോകും, എന്നിട്ട് ഓട്ടിന്റെ മേലെ വെക്കും, എന്നിട്ട് അവിടുന്ന് പോലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും. ഇപ്പൊ ഭയങ്കരമായ അന്ധവിശ്വാസങ്ങൾ അതുമായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വളരെ വളരെ മലീമസമായ സംഗതികൾ പോലും. ചെറിയ പെൺകുട്ടിക്കൊക്കെ ഷെഡ് ഇടാതെ കിടത്താൻ പാടില്ല, കാരണം ജിന്ന് വന്നിട്ട് ചിലപ്പോ സംഗതികൾ ചെയ്തിട്ട് പോകും എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ജിന്നിനുള്ള വീടുകയാണെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് വളരെ അപകടകരമായ രീതിയിൽ ഇടപെടുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്താ ഞാനെങ്കിലും ചെയ്യുക? അല്ല, അങ്ങനെ ചെയ്യൂല. ദുനിയാവിലെ എല്ലാ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടുന്ന് വിട്ടാൽ ചിലയിടത്ത് അങ്ങനെയൊന്നുമല്ല. അതിനും കാര്യകാരണ ബന്ധമുണ്ട്. പക്ഷെ നമ്മുടെ അളവുകോലല്ല. വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ തൂക്കം കുറയും. ഈ കരയിൽ നിൽക്കണ മാതിരിയല്ല. കാരണം വെള്ളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ചന്ദ്രനിലെത്തിയ പാറ്റ പോലെയാണ്. ആൾക്ക് തീരെ തൂക്കണ്ടാവല്ലോ. ശൂന്യാകാശ സഞ്ചാരികളൊക്കെ വെറും പാറ്റ പോലെ. ഒരു 90 കിലോ ചാടിയ 10 കിലോനെ അവന് ഭാരം തോന്നുള്ളൂ.
അത് അവിടുത്തെ അന്തരീക്ഷവും സംഗതിയായിട്ട് ബന്ധപ്പെട്ടതാ. പക്ഷെ ഭൂമിയിലുള്ള സംഗതി എന്ന് പറയുന്നത് തികച്ചും എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീത. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, അതുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ, വിചാരങ്ങൾ. എന്നിട്ട് ഇതിലൊന്നും നിയന്ത്രിക്കാനും ഇടപെടാനും പറ്റാത്തൊരു സാധനം വന്നിട്ട് നമ്മൾ മാനസികമായ ഇടപെടലാണെങ്കിൽ വേറെ ചർച്ച. അതേസമയം ഭൗതികമായിട്ട് തന്നെ പ്രവർത്തനം കൊണ്ട് അവൻ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക? അപ്പൊ അങ്ങനെ വരൂല. അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കണ പണിയൊന്നുമില്ല. പിന്നെ ജിന്ന് വരിക എവിടെയാ? ശൈത്താനൊക്കെ എവിടെയാ വരിക? അതാണ് രണ്ടാമത്തെ ഭാഗം. ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരുടെ ഔലിയ എന്ന് പറഞ്ഞ ശൈത്താനാ. അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരുടെ ഔലിയ ശൈത്താനാ. അതിന് ആരാണെങ്കിലും, മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് രാജ്യനിവാസിയാണെങ്കിലും അല്ലാഹുവിൽ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവമുണ്ട് എന്നുള്ള അംഗീകാരമൊന്നുമല്ല. അല്ലാഹുവിന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കാത്ത വ്യക്തിയും ഗ്രൂപ്പും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ഒക്കെ പിന്നെ പിശാചിന്റെ സംരക്ഷണയിലാണ് ഉണ്ടാവുക. ഓന്റെ സംരക്ഷണം പിന്നെ പിശാചാനാണ് ഏറ്റെടുക്കുക. എന്നിട്ട് ഈ പിശാച് എങ്ങനെയാണ് വരിക? ഇനിയിപ്പം എങ്ങനെയാണ് വരിക? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി രാത്രി വരിക, പാതിരാക്ക് വരിക, നട്ടുച്ചക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഒറ്റക്ക് നിൽക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് നമ്മളെ ഒറ്റക്ക് നിൽക്കുന്ന സമയത്തൊക്കെ വരും കേട്ടോ. അത് വേറെ സംഗതി. അത് ഇങ്ങനെയൊന്നുമല്ല വരിക. നിങ്ങൾ കാരണം തികച്ചും സ്വകാര്യമായ സന്ദർഭങ്ങൾ വളരെ വഴിവിട്ട ചിന്തകൾക്ക് സൗകര്യം നൽകും. അത് പിശാചിന്റെ ഒരു രംഗവേദിയാണ്. അല്ലാതെ നിങ്ങൾ ഒറ്റക്ക് നിൽക്കണോണ്ട് ചെയ്താൽ വന്നിട്ട് എന്നാ പോരിച്ചോ ഒറ്റക്ക് അന്നെ ഞാൻ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് എന്താ, നമ്മൾ ഒറ്റക്കാകുമ്പോൾ, രണ്ടാളുണ്ടാകുമ്പോൾ ചെയ്യാൻ മടിക്കണ കാര്യം ഒറ്റക്കാകുമ്പോൾ നമ്മൾ ചെയ്യും കുറെ. കാരണം അപ്പം നമ്മളെ മാത്രമാണ് ആ ഒരു സന്ദർഭത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പിശാചിന്റെ ഇടപെടൽ തികച്ചും വൈകാരികമാണ്, മാനസികമാണ്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു കഴിവ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്. അവിടെ അള്ളാഹുവിനോട് സഹായം അതെങ്ങനെയെന്നില്ല പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് പിശാച് ഒറ്റക്ക് അങ്ങനെ വരും. ചിലപ്പോ ആരുമില്ല, ഒന്ന് കയറിയാലെന്താ, കുടിച്ചാലെന്താ, ഇപ്പൊ ആരുമില്ല, അങ്ങോട്ടൊന്ന് പോയാലെന്താ. ഒറ്റക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ശൂന്യതയാണ്. നമ്മൾ ബോംബെ പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കായി. അവിടുന്ന് ഇപ്പൊ ഞാൻ ചുവന്ന തെരുവ് പോകണോണ്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ. കാരണം നിങ്ങൾ അവിടെ ഇല്ല, ഖത്തീബാണ്, മുസ്ലിയാരാണ്, അല്ലെങ്കിൽ വയത് പറയുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണെന്ന്. കാരണം ഞാൻ അവിടെ ഒറ്റക്കാ, നിങ്ങൾ ആരുമില്ല. കുന്നംകുളത്തുകാരൻ കാണൂല, അതുപോലെ തന്നെ മലപ്പുറത്തുകാരനും മമ്പാട്ടുകാരനൊന്നും കാണൂല. ഞാൻ ബോംബെയിൽ പോയി സ്വകാര്യമായ ഒരു സ്ഥലത്ത് ഞാൻ പോയിന്റെ കാര്യം, കാരണം ഞാൻ അവിടെ ഒറ്റക്കാ. ആ ഒറ്റപ്പെടൽ. അതുകൊണ്ടാണ് യാത്രയൊക്കെ പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദില്ല ഉദല്ല. അള്ളാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു, എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന്, ഞാൻ വഴിപിഴക്കുന്നതിൽ നിന്ന്, ഞാൻ വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അസില്ല ഉസല്ല, ഞാൻ തെന്നുന്നതിൽ നിന്ന്, വഴുക്കി വീഴുന്നതിൽ നിന്ന് പറഞ്ഞാൽ പലതും സംഭവിക്കും. നമ്മുടെ യാത്ര, നമ്മുടെ സ്വകാര്യത, നമ്മുടെ ഒറ്റക്കുള്ള കൂടുതൽ മറ്റു സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അതുപോലെ ഞാൻ അക്രമിയാകുന്നതിൽ നിന്ന്, ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, അതൊക്കെ അള്ളാഹു എൻ്റെ യാത്രയിൽ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒറ്റക്കാവുക എന്ന് പറഞ്ഞാൽ എവിടെ ഒരു മരുഭൂമിയിൽ ഒറ്റക്കാവുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു പരിധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വന്നിട്ട് പിശാച് റിമോട്ട് ചെയ്യാൻ തുടങ്ങും. ഒറ്റക്കാടാ, സൗകര്യം ഉണ്ടടാ, എന്താടാ, ഈ പണിയുള്ളൂ കേട്ടോ. നിങ്ങൾ കൊണ്ടുപോകാൻ മൂപ്പർക്ക് കഴിയില്ല. നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടാണ് കൊണ്ടുപോയിട്ട് ആ കാര്യം ചെയ്യിക്കാനുള്ള ശേഷി പിശാചിന് അല്ലാഹു കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ താളം തെറ്റിക്കാൻ, നിങ്ങളുടെ വിചാരങ്ങളുടെ അടിസ്ഥാന കേന്ദ്രമായ മനസ്സിന്റെ ഉള്ളിൽ വമ്പിച്ച അട്ടിമറികൾ നടത്താൻ പിശാചിന് സാധിക്കും. നല്ല കൺട്രോൾ ആ സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ പിശാച് പറഞ്ഞ പണി അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ ഭാഗം. ഈ അള്ളാഹിനോട് അനുമതിയൊക്കെ വാങ്ങി സ്വർഗത്തുനിന്ന് പുറത്താക്കി, സ്വർഗത്തുനിന്ന് അവനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല. അപ്പൊ മൂപ്പര് ഒരൊറ്റ കരാറാണ് അള്ളാഹിനോട് പറഞ്ഞ്, സുജൂദ് ചെയ്തപ്പം സുജൂദ് ചെയ്യാത്തോണ്ട് ഇബ്ലീസിനോട് അള്ളാഹ് പുറത്തിറങ്ങാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇവിടെ കാറ്റിടാൻ പറ്റില്ല എന്നാണ്. കാല അൻളിർനിയിലായവും യുബാസൂൻ, അതിൽ പിശാച് പറഞ്ഞു, പടച്ചോനെ എനിക്കൊരു അവസരം തരണം, ഖിയാമത്ത് വരെ, ഇലായവും യുബാസൂൻ, എല്ലാ മനുഷ്യന്മാരെയും ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന നാള് വരെ എനിക്ക് ഭൂമിയിൽ കഴിച്ചു കൂട്ടാനുള്ള ആയുസ്സും അതിനുള്ള ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ എനിക്ക് തരണം. ഇതൊക്കെ ചോദിച്ചതും അള്ളാഹിനോട് തന്നെ കേട്ടോ. മൂപ്പര് വലുതായതുകൊണ്ട് മൂപ്പര് വേറെ ആരോടും പോയിട്ട് ചോദിച്ചിട്ടില്ല. സഹായം വേറെ ആളെ വിളിച്ച് പ്രാർത്ഥിക്കുകയെ തേട് മറ്റാളുകളോട് അന്വേഷിക്കുകയും ചെയ്ത് അള്ളാഹിനോട് തന്നെയാണ് അനുമതിയൊക്കെ വാങ്ങണത്. ഖാല ഇന്നക മിനൽ മുൻളരീൻ, ഓക്കെ ഈ പോയിക്കോ, ആ പണിച്ചെടുത്തോ, കാല എത്ര കാലം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പണിയൊക്കെ ഈ ചെയ്തോ. എന്നിട്ട് അള്ളാഹിനോടും സംവാദം നടത്തണം പിശാച്. പിശാച് പറഞ്ഞു, ഫബിമാ അഗ്വൈതനി, അവനെ കൊണ്ടാണ് ഞാൻ വഴിവഴപ്പിക്കപ്പെട്ടത്, മനുഷ്യന്റെ കാരണം കൊണ്ടാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഞാൻ അപമാനിക്കപ്പെടുകയും പുറത്തു പോവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട്
എല്ലാ വഴിയിലും ഞാനിരിക്കും. സിറാത്തക്കൽ മുസ്തഖീം. ഞാൻ പറയണത് ഇതാണ് പിശാചുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗം. അല്ല പിശാച് അന്തിക്ക് വന്നിട്ട് തോണ്ടിപ്പോവും, നിങ്ങൾക്ക് മാനസികം തരും, നിങ്ങൾക്ക് പിരാന്ത് തരും, എന്നിട്ട് അതിനൊരു മന്ത്രിച്ചൂതി കെട്ടുക, 4 ഖുർആനായത്ത് ഓതുക. ഇവിടെ ഒന്നും വരും നല്ല പിശാച് പറഞ്ഞത്. ലഹും, അവർക്ക് വേണ്ടി ഞാൻ പതിയിരിക്കും. മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി ചതിക്കുടികൾ ഒരുക്കിയിട്ട് ഞാനിരിക്കും. സിറാത്തക്കൽ മുസ്തഖീം, വളഞ്ഞ വഴിയിലല്ല, നേരായ വഴിയിൽ. നേരായ വഴിയിൽ മനുഷ്യന് എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയിലൊക്കെ, ഏതോ കാട്ടിലും കടലിലും ചെല്ലാത്തോടത്തല്ല, നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സകല കാര്യങ്ങളിലും കച്ചവടം, സംസ്കാരം, സാമ്പത്തികം, വിദ്യാഭ്യാസം, കല, സാഹിത്യം, ആരാധന, രാഷ്ട്രീയം, വിജ്ഞാനം, ശാസ്ത്രം, പരിസ്ഥിതി, കൃഷി, എന്തൊക്കെയുണ്ടോ അതാണല്ലോ പിശാച് പറഞ്ഞു, എല്ലാ വഴിയിലും ഞാനിരിക്കും എന്ന് പറഞ്ഞ പിശാച് ഒരു സെക്കൻഡ് ഹാൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വഴിയായിട്ട് ഒറിജിനൽ വഴിയിൽ നിങ്ങളെ വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇരിക്കും. എല്ലാ വഴിയിലും പിശാച് ഉണ്ടാവും. അപ്പൊ പിശാച് വെറും ആരാധനാ രംഗത്ത് വന്നിരിക്കുന്ന സാധനോ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമൊന്നുമല്ല. മറിച്ച് മനുഷ്യ ജീവിതത്തിന് ശരിക്കും മുന്നോട്ട് പോകാൻ ആവശ്യമായ എന്തൊക്കെയുണ്ടോ ആ വഴിയിലൊക്കെ പിശാച് വന്നിരിക്കും. അതിന്റെ രീതി അവൻ വിശദീകരിച്ചു. സുമ്മലആതിയന്നഹും, ഞാൻ ചെല്ലും അവരുടെ അടുത്തേക്ക്, മിൻബൈനി ഐദീഹിം, അവന്റെ മുമ്പ് കൂടെ ചെല്ലും. അപ്പൊ ചിലപ്പോൾ എന്നെ തിരിച്ചറിയും. അപ്പൊ മിൻ ഖൽഫിഹിം, അവന്റെ ബാക്ക് കൂടെ ചെല്ലും. അപ്പോഴും എന്നെ പിടിക്കും. വാൻ ഐമാനിഹിം, അവന്റെ വലത് ഭാഗത്ത് കൂടെ ചെല്ലും. വാൻ ശമാഇലിഹിം, അവന്റെ ഇടത് ഭാഗത്ത് കൂടെ ചെല്ലും. വലാ തജിദു അക്സറഹും ഷാകിരീൻ, അധികം ആളുകളെ ഞാൻ നന്ദി കെട്ടവരാക്കി മാറ്റും. നിനക്കല്ലാഹു അങ്ങനെ കാണാ, ഈ മനുഷ്യനെ ഞാൻ ചതിക്കുഴിയിൽ വീഴ്ത്തും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ എല്ലാ ഭാഗത്തു കൂടിയും പിശാച് വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാ ഭാഗത്തു കൂടിയും നമ്മൾ ഇടപഴകുന്ന എന്തൊക്കെ മേഖലകളും, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന എന്തൊക്കെ സംവിധാനങ്ങളും, ഏതൊക്കെ രീതിയിലുള്ള അവസ്ഥകളും സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ അല്ല മുന്നിൽ കൂടെ വരുന്ന കുറച്ച് മുന്നിൽ കൂടെ വരും, പിന്നെ വലതുഭാഗത്ത് കൂടെ വരുന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളെ പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കുന്ന സംവിധാനങ്ങളിൽ നിറഞ്ഞ് ഈ പിശാച് നിങ്ങളെ എല്ലാ ഭാഗത്തു കൂടിയും വരും. അല്ല ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കണ്ടൊരു പിശാച്, നിങ്ങളെ സാമ്പത്തികത്തിൽ പിശാച്, നിങ്ങളെ കച്ചവടത്തിൽ പിശാച്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പിശാച്, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പിശാച്, നിങ്ങളുടെ ശാസ്ത്രത്തിൽ പിശാച്, നിങ്ങളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ പിശാച് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും പിശാച് വരും. ഇത് തിരിച്ചറിയാനാണ് കുറച്ച് പണി. പക്ഷെ ആ ഭാഗം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ പിശാചിന്റെ ഇടപെടൽ ഒരിക്കലും എന്തല്ല, തഖ്വയുമായി ബന്ധപ്പെട്ട, കുഫറുമായി ബന്ധപ്പെട്ട മേഖല, മൂല്യപരമാണ് പിശാചിന്റെ ഇടപെടൽ. അല്ലാതെ പിശാച് ഒരിക്കലും എന്തല്ല, മാനസികവും പിരാന്തും കൊടുക്കുന്ന പണിയല്ല. നന്മ തിന്മകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആന്തരിക സംഘട്ടനത്തിൽ നിങ്ങളുടെ മനസ്സിനെ തോൽപ്പിച്ചിട്ട് തിന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതാണ് നല്ലത് എന്ന് തോന്നിക്കും. അപ്പോഴാണ് പലിശ നല്ലതാ തോന്നുക, അപ്പോഴാ കള്ള് നല്ലതാ തോന്നുക, അപ്പോഴാ സ്വവർഗരതി നല്ലതാ തോന്നുക, സമാധാനത്തിന് ആയുധമാണ് നല്ലത് എന്ന് തോന്നുക, അപ്പോഴാണ് നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളും ആൾദൈവങ്ങളും ഒക്കെ ഉണ്ടാവണം എന്ന് തോന്നുക, അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കൃഷിയുടെയും മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ക്രമം തെറ്റുക. കാരണം ഓരോന്നും ഇവൻ വന്നിട്ട്, ആ ഭാഗം പിന്നീട് ഖുർആൻ വേറെ വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണോ അവൻ വരിക എന്ന്, വന്ന് പേടിപ്പിക്കുന്ന പോലെ ചെയ്യുക. നല്ല നമ്പർ 1 ഒരു 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 ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. നല്ല ഭംഗിയായിട്ടാണ് വരിക. അല്ല പേടിപ്പിക്കുക, ചങ്ങല ഇലിക്കുകയും ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് പല്ലൊക്കെ നീട്ടിയിട്ടൊന്നും ചെയ്താൻ ഒരിക്കലും വരൂല. വരല് വളരെ മനോഹരനായിട്ടാ, ഇതാട്ടോ ഇതെടുത്തട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ആ വരവ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉരുത്തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ധാർമ്മികതയിലാണ് പിശാച് കളിക്കുക. നമ്മുടെ നന്മതിന്മയുമായി ബന്ധപ്പെട്ട സംഗതിയിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആകർഷിപ്പിക്കുക. അവിടെയാണ് പിശാച് വന്നിട്ട് വല്ല ഇടപെടലും നടത്തുകയാണെങ്കിൽ അള്ളാഹിനോട് നിങ്ങൾ അഭയം തേടുക. പടച്ചവൻ. കാരണം അള്ളാഹിനെ നമ്മൾ കാണാത്തതുപോലെ തന്നെ പിശാചിനെ നമ്മൾ കാണണില്ല. ഈ കാണാത്ത പിശാചിനെ തോൽപ്പിക്കാൻ അള്ളാഹ്ക്കാണ് കഴിയുക, നമ്മുടെ ബോധത്തിനും. ആ ബോധത്തെ നല്ല അടിയുറപ്പിച്ച് നിർത്താൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പടച്ചവനെ പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ധാർമ്മികമായ ചാഞ്ചാട്ടം, ശൈഥില്യം, ദൗർബല്യം, വടംവലി അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഒന്ന് മനസ്സുറച്ചിട്ട് പറയാ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഹമസാത്തി ശയാത്തീൻ, അഊദു ബിക റബ്ബി അൻ യഹ്ളറൂൻ. പിശാച് വന്നിട്ട് എന്നെ വഴിവിടപ്പിക്കുന്നതിൽ നിന്ന്, അവന്റെ എല്ലാ വഴിവിട്ട രീതികളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുകയും ഏതെങ്കിലും പൈശാചിക ദുർബാധ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സന്ദർഭത്തിലൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ എല്ലാ വലയങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയും നമ്മുടെ സന്തതികളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله.
പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഖുർആനിലെ അവസാനത്തെ അധ്യായങ്ങളുണ്ട്. ഫാത്തിഹ സൂറത്തിൻ്റെ നല്ല പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന. ഫാത്തിഹയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. സ്വകാര്യമായിട്ടൊക്കെ നന്നായിട്ട് ഓതാനും യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഓതാൻ പറ്റുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അത് ഖുർആനാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആൻ്റെ മൊത്തം രത്നചുരുക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹു ഒമ്പിച്ച സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അർത്ഥറിഞ്ഞ് ആശയമറിഞ്ഞ് നമ്മളത് പാരായണം ചെയ്യുകയാണെങ്കിൽ, ഞാനിത് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, പിശാചബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില സംഗതികളായിട്ട് ഖുർആൻ വെച്ചുള്ള സംഗതികളാണത്. സൂറത്തുൽ ഫാത്തിഹ നന്നായിട്ട് പാരായണം ചെയ്യുക, കൂടുതൽ പാരായണം ചെയ്യുക. അതുപോലെ ഖുർആനിൻ്റെ അവസാനത്തെ 3 അധ്യായങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലൊക്കെ പെട്ട പിശാച് വന്നിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ ചാഞ്ചാട്ടുണ്ടാക്കും, വസ്വാസുണ്ടാക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ആയത്തൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങളത് ഓതണം. പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് കിട്ടാനുള്ള വഴിയാണത്. ആ സൂറത്തൊക്കെ ഓതുക, അത് നന്നായിട്ട് ഓതുക. കാരണം പ്രാർത്ഥനയാണത്, അഭയമാണത്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തവക്കൽ ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇന്നെ ഈ രക്ഷിക്കണം എന്നുള്ളതിനോട് നമ്മൾ പറയണം. അപ്പോൾ ആ ഫാത്തിഹ, അതുപോലെ ഈ ഖുർആനിലെ അവസാനത്തെ 2-3 അധ്യായങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ മനസ്സിന് ചാഞ്ചാട്ടം, ദൗർബല്യമൊക്കെ തോന്നുന്ന സന്ദർഭത്തിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? കാവലിനെ തേടണം. അങ്ങനെ സ്വയം രക്ഷിക്കാൻ, മനസ്സിനെ ശുദ്ധീകരിക്കാനും അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെയാണ്. ഇത് ലളിതമായ സംഗതിയാണ്. അത്ര അങ്ങനെ ലളിതമായിട്ടാണ് രക്ഷപ്പെടാനൊന്നും കഴിയൂല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒന്നാമത്തെ എളുപ്പമുള്ള രീതികളിലാണ് ഇതൊക്കെ. വേറെ ചില തിരിച്ചറിവുകളും കഴിവുകളും യോഗ്യതകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ. അതെന്താണെന്നില്ല പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഏതാണെങ്കിലും ഇത്തരം പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് കാവലിനെ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, പിശാചിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. നിരന്തരമായിട്ട് പറയാം. മനസ്സിൽ തെറ്റുകൾ, അധർമ്മ പ്രവണതകളൊക്കെ വരുന്ന സന്ദർഭത്തിലൊക്കെ അള്ളാഹിനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ ഉപകരിക്കുമെന്ന് കൂടി നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഏതാണെങ്കിലും പിശാചിനെ സൂക്ഷിക്കുക. അതിൻ്റെ വാതിലുകൾ അനവധിയാണ്. എല്ലാ വാതിൽ കൂടി അത് കയറി വരും. ഏതെങ്കിലും ഒരു വാതിൽ നന്നാക്കി വെച്ചിട്ട് കാര്യമില്ല, മറ്റേ വാതിൽ കൂടെ മുമ്പിൽ വരും. അപ്പോൾ ആ വാതിൽ അടച്ചുകൊണ്ട് ആ വാതിൽ അടച്ചാൽ മറ്റേ വാതിൽക്ക് കൂടെ വരും. അതുകൊണ്ട് എല്ലാ വാതിലും ക്ലിയറായിട്ട് നിൽക്കണം നമ്മൾ. ഓരോ വാതിൽ കൂടി ഇവൻ വരും എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് നല്ല ബോധത്തോടു കൂടി പിശാചിൻ്റെ പ്രവർത്തനം നമ്മളെ നരകത്തിലാണ് കൊണ്ട് ചാടിക്കുക. അതുകൊണ്ട് സ്വയം സൂക്ഷിക്കുക, അള്ളാഹുവിനോട് കാവലിന് തേടുക, പിശാചിൻ്റെ ഇടപെടലുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യണമെന്ന് കൂടി എൻ്റെ സഹോദരന്മാരെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹുവിനെ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് കൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ബഹുമുഖമായ, വൈവിധ്യപൂർണമായ, അപകടകരമായ സന്നാഹങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിലടക്കം അത് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ജീവിതത്തെ നീ ശുദ്ധീകരിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നാക്കിലും ഞങ്ങളുടെ ഹൃദയത്തിലും നിന്നെക്കുറിച്ചുള്ള ദിക്ർ, നിന്നോടുള്ള നന്ദി നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ വെളിച്ചം നൽകണേ തമ്പുരാനെ. നീയാണ് വെളിച്ചം, നിന്നിൽ നിന്നാണ് വെളിച്ചം. പടച്ച റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെയും മസ്തിഷ്കത്തിനെയും ഒക്കെ നിന്റെ വെളിച്ചം കൊണ്ട് നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നിന്റെ വെളിച്ചം കൊണ്ട് നീ ഞങ്ങളെ മുന്നോട്ട് നയിക്കുമാറാകണമേ തമ്പുരാനെ. ഏറ്റവും ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അറിവും കഴിവും ധാർമ്മികമായ ബോധവും നൽകി പടച്ച റബ്ബേ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. പിശാച് വഞ്ചകനാണ്, ചതിയനാണ്, അപകടകാരിയാണ്. അവസാനം അവൻ ഞങ്ങളെ കൊണ്ടുപോയി നരകത്തിലാണ് വീഴ്ത്താൻ പോകുന്നത്. പടച്ച റബ്ബേ, അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും സൗകര്യങ്ങളും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. പിശാചിൻ്റെ ബാധയിൽ നിന്ന്, അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറകളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടൊക്കെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. പടച്ച റബ്ബേ, ഞങ്ങളോടൊക്കെ പൊറുക്കുകയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. ധാരാളം വിഷമങ്ങളുള്ള ആളുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മാറാരോഗങ്ങൾ, അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങൾ. പടച്ച റബ്ബേ, എല്ലാറ്റിലും
ആശ്വാസവും പരിഹാരവും നൽകി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ സുഖവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ ഇണകൾ, കുട്ടികൾ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ പൊറുക്കുകയും ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് റജബാണ്, ഇനി ശഅബാനാണ്, ഇത് കഴിഞ്ഞാൽ പരിശുദ്ധ റമളാനാണ്. റമളാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിക്കുമാറാകണമേ തമ്പുരാനെ. ശരിയായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ, സന്നാഹങ്ങൾ പടച്ച റബ്ബേ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഇണകൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഖുർആനും നമസ്കാരവും ദാനധർമ്മങ്ങളും മറ്റ് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നിർവഹിച്ച് പരിശുദ്ധ റമളാനിനെ ഉപയോഗിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അവസരം നൽകി ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് طيب ثراهم واجعل الجنة مأواهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم.